നമസ്കാരം. തിരുവനന്തപുരത്ത് 3 പെൺകുട്ടികൾ കൂടിയിട്ട് 8 മാസം കൊണ്ട് 240 ദിവസം കൊണ്ട് 69 ലക്ഷം രൂപ ഒരു ഫാൻസി കടയിൽ നിന്ന് അടിച്ചു മാറ്റിയെന്നൊരു കേസ് നടക്കുകയാണല്ലോ. അവിടെ ഇവർക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു സംഗീ നടനാണ്, കുറുവടി നടൻ. അയാളുടെ ഒപ്പം 5 പെണ്ണുങ്ങളും, അയാളുടെ ഭാര്യയും അയാളുടെ 4 മക്കളും. ഈ കേസ് അവരെ തിരിഞ്ഞു കൊത്തുകയാണ്. ടാക്സ് വെട്ടിപ്പിന്റെ ഗന്ധം എല്ലാവരുടെയും മൂക്കിലേക്ക് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓർക്കുന്നുണ്ടല്ലോ, ഈ മുഖം ഓർക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടോ ഈ മുഖം? ചെമ്പുകോഴി പോണ്ടിച്ചേരിയിൽ 2 കാറുകൾ 36 ലക്ഷം രൂപ ഗവൺമെന്റിനെ പറ്റിച്ചത്. കേന്ദ്രത്തിൽ പിടിയുണ്ടെങ്കിൽ എന്തുമാകാമെന്നർത്ഥം. അതേ പ്രശ്നം തന്നെയാണ് ഇപ്പം ഇവിടെ പതുക്കെ പൊന്തി വരുന്നത്. ഈ കുറുവടി നടനും അതിലൊപ്പമുള്ള അയാളുടെ ഫാമിലിയിൽ പെട്ട 5 പെണ്ണുങ്ങളും ഇപ്പോൾ എയറിലാണ്. പ്രശ്നം രൂക്ഷമാണ്. നമസ്കാരം. തിരുവനന്തപുരത്ത് കവടിയാറിലുള്ള ഒരു ഇത്തിരി കുഞ്ഞൻ കട നടത്തുന്നത് ഒരു സംഗീ നടനാണ്, കുറുവടി. അയാളും അയാളുടെ ഭാര്യയും അയാളുടെ 4 പെൺമക്കളും കൂടിയിട്ട് ആ കടയിൽ നിന്ന് അവിടെ ജോലി ചെയ്യുന്ന 3 മുക്കുവ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളാണെന്ന് തോന്നുന്നുണ്ട്. ആ പെൺകുട്ടികൾ വെറും 240 ദിവസം കൊണ്ട് ദിവസവും ഏകദേശം 30-35 രൂപ വെച്ച് ആവറേജ് 240 ദിവസം കൊണ്ട് 69 ലക്ഷം രൂപ അടിച്ചു മാറ്റിയെന്ന്. എന്നിട്ട് ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന്. ഒരു 50 കോടി രൂപ മാസവരുമാനമുള്ള ഏതൊരു വലിയൊരു കോടീശ്വരൻ്റെ ഒരു പ്രസ്ഥാനം എന്ന് വെക്കുക. അവിടെ നിന്ന് 1 ലക്ഷം രൂപ അടിച്ചു മാറ്റി കഴിഞ്ഞാൽ അവരറിയില്ലേ? അതിൻ്റെ പേരിൽ കേസ് ഉണ്ടാവില്ലേ? അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടാവില്ലേ? അവരെ പിടിച്ച് പുറത്താക്കില്ലേ? ഇവിടെ ഇന്ന് വീണ്ടും വാർത്ത വന്നിരിക്കുകയാണ്. ഈ പെൺകുട്ടികളാണ് ആദ്യം കൊണ്ട് കേസ് കൊടുക്കുന്നത്. ഞങ്ങളെ പിടിച്ചു കൊണ്ടുപോയി, ഞങ്ങളെ നിർബന്ധിച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ തിരിച്ചു വാങ്ങിപ്പിച്ചു. ഇതും പറഞ്ഞ് ഈ പെൺകുട്ടികളാണ് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയി ഉടനെ തന്നെ ഇയാളും വന്നു. അവിടെ എങ്ങനെയോ വിവരം അറിഞ്ഞ് അവിടെ വന്നു. ഇവർ കൊടുത്ത ഇവരുടെ FIR മറ്റുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽ അവർക്ക് അന്ന് കിട്ടിയില്ല. അത് അവർക്ക് പോസ്റ്റലായിട്ട് അയക്കാമെന്നോ വാട്സപ്പ് വഴിക്ക് അയക്കാമെന്നോ മറ്റോ പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. അതേ സമയത്ത് ഈ അഖിലേന്ത്യാ നേതാവ്, കുറുവടി നേതാവ്, അയാളാണ് ആദ്യം കേസ് കൊടുത്തത് എന്ന് വരുത്തി തീർത്തു എന്നാണ് ഇപ്പം പെൺകുട്ടികൾ പറയുന്നത്. അത് സംബന്ധിച്ചുള്ള തെളിവുകളും അവർ പറയുന്നുണ്ട്. അപ്പം ഈ 69 ലക്ഷം രൂപ അടിച്ചു മാറ്റിയിട്ട് 8 മാസം ആലോചിച്ച് നോക്കണം. ഇവരെ വീടിൻ്റെ മുമ്പിൽ തൊട്ടടുത്ത് ആണ് ഈ കടയുള്ളത്. ആ കടയിൽ ഈ 3 പെൺകുട്ടികൾ കൂടിയിട്ട് 69 ലക്ഷം അടിച്ചു മാറ്റിയിട്ട് 8 മാസം ഞങ്ങളൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞാൽ രാമൻ വിശ്വസിക്കുമോ? നാരായണൻ വിശ്വസിക്കുമോ? ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ വിശ്വസിക്കുമോ? ഈ 3 പെൺകുട്ടികൾ ഇത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 8 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു എന്നും പറയുന്നുണ്ട്. ഏതായാലും 8 ലക്ഷം രൂപ രാത്രിക്ക് രാത്രി ഉണ്ടാക്കി എന്ന് ആ കുട്ടികളും പറയുന്നുണ്ട്, ഇങ്ങനെയും പറയുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, അവരെന്തോ വാരി പിടിച്ചിട്ടുണ്ട്. മൊത്തം മോഷണം 69 ലക്ഷമാണ്. ദാറ്റ് മീൻസ് 70 ലക്ഷം എന്ന് വെക്കാം. ഒന്നുകൂടി കയറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 3/4 കോടി രൂപ. മോഷണത്തിലെടുത്ത സമയം 8 മാസം. 1 മാസം മോഷ്ടിച്ചത് 8.6 ലക്ഷം രൂപ. മനസ്സിലാക്കണം. ഇതിൻ്റെ മുതലാളി ഇരിക്കുന്ന വിദേശത്തൊന്നും, ഉഗാണ്ടയിലൊന്നുമല്ല. ഈ കടയുടെ അപ്പുറത്തും അപ്പുറത്തായിട്ടുള്ള അവിടെയാണ് അവരും താമസിക്കുന്നത്. അത് മാത്രമല്ല, ഇയാളുണ്ട്, ഇയാളുടെ ഭാര്യയുണ്ട്, ഇയാളുടെ 4 പെൺമക്കളുണ്ട്. ഇവരെല്ലാവരും ഇത് ഇൻവോൾവ് ആണ്. ഇവരാരും അറിഞ്ഞില്ല.
ഇവിടെയാണ് പലതും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്. ഈ കുറുവടി നടനും കൃഷ്ണകുമാർ സംഘവും പറയുന്നു, ഉറപ്പിച്ചു പറയുന്നു, എല്ലാ ഡീറ്റെയിൽസും രേഖകളും തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന്. അതെങ്ങനെയാ ശരിയാവുക? എല്ലാ ദിവസവും അങ്ങനെയാണല്ലോ കണക്കെടുക്കും. ഒരു കടയിലുണ്ടെങ്കിൽ ആ കടയുടെ കണക്ക് എല്ലാ ദിവസവും എടുക്കും. അതല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ആ കണക്കെടുക്കും, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ കണക്കെടുക്കും. കണക്ക് പലരെയും ബോധിപ്പിക്കുകയും വേണമല്ലോ. അങ്ങനെയാണല്ലോ കണക്ക് ശേഖരിക്കുക. അപ്പോൾ 3 കോടി രൂപയുടെ തട്ടിപ്പ് അറിയാതെ പോയി എന്ന് പറയുന്നത് വിശ്വസനീയമാണോ? ഏറ്റവും കുറഞ്ഞ 1 മാസത്തിനകത്ത് തന്നെ കണക്കെടുക്കുമ്പോൾ അറിയേണ്ടതല്ലേ? 8 മാസം അവർ കണക്കെടുത്തില്ല. അത് 50,000 രൂപയുടെ 60,000 രൂപയുടെ 70,000 രൂപയുടെ തട്ടിപ്പിന്റെ കേസല്ല, 69 ലക്ഷം രൂപയുടെ. ദാറ്റ് മീൻസ് 8,62,500 രൂപ പെർ മന്ത്. ദാറ്റ് മീൻസ് അറൗണ്ട് 30,000 റുപ്പീസ് ഡെയിലി ഈ പെൺകുട്ടിയെ അടിച്ചു മാറ്റി കൊണ്ടുപോയിരുന്നു, എന്നിട്ട് വീതം വെച്ചെടുക്കുകയായിരുന്നു. ആ പെൺകുട്ടികൾ മോഷ്ടിച്ചുവെന്നും ഈ മോഷണം 8 മാസം തങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നും പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ആരെങ്കിലും കിട്ടുന്നുണ്ടോ? തലയ്ക്കകത്ത് ചാണകം നിറച്ചു വെച്ച ആളുകള് രാഷ്ട്രീയത്തിന്റെ പേരിൽ അത് ഞങ്ങൾ വിശ്വസിച്ചു ദിയ ചേച്ചി, അയ്യോ ദിയ ചേച്ചി, അയ്യോ ദിയ ചേച്ചി, ദിയ ചേച്ചി കരയരുത്, ദിയ ചേച്ചി ടെൻഷൻ അടിക്കരുത്, ദിയ ചേച്ചിയുടെ വയറ്റിൽ കുട്ടിയുണ്ട്, അതിനെ വരെ ബാധിക്കും ദിയ ചേച്ചി. അവർക്കിത് ബോധ്യമായി. കാരണം എന്താണ്? ചാണകം പ്ലസ് ചാണകം, അതന്നെ രാഷ്ട്രീയം കൊണ്ട് കയറ്റിയിരിക്കുക അതിനകത്ത്. എന്തായാലും പ്രശ്നങ്ങൾ കൂട്ടി വായിക്കാൻ പോലീസുകാർക്ക് വരെ കഴിഞ്ഞിട്ടില്ല. ആദ്യം കേസ് കൊടുത്തത് ഈ പെൺകുട്ടികളാണ്. ഇപ്പൊ അതിന്റെ പേരിലും കോൺട്രവേഴ്സി ആരാണ് കൊടുത്തതെന്ന് അറിയാത്തൊരു സാഹചര്യം. കുട്ടികൾ പറഞ്ഞു അവർ തന്നെയാണ്, പക്ഷെ അവർക്ക് FIR കിട്ടിയിട്ട് വൈകിട്ടാണ് അവിടെ കേസ് രജിസ്റ്റർ ചെയ്ത് വൈകിട്ടാണ്. അതിന് മുമ്പ് ഇയാൾ വന്ന് പരിപാടി ഒപ്പിച്ചു എന്ന് പറയുന്നു. ആദ്യം കേട്ടത് തട്ടിക്കൊണ്ടുപോയി പൂട്ടിയിട്ടു എന്നതിന്റെ പേരിൽ പെൺകുട്ടികൾ കേസ് കൊടുത്തു എന്നാണ്. അതിനുശേഷമാണ് ഈ കൃഷ്ണകുമാർ കൊണ്ട് കേസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ 8 മാസം ഇവർക്ക് കേസ് കൊടുക്കണമെന്നുണ്ടായില്ല. എന്തുകൊണ്ടാ? ഇപ്പൊ കൃഷ്ണകുമാർ പറയണു അദ്ദേഹമാണ് ആദ്യം കേസ് കൊടുത്തതെന്ന്. അവിടെയുണ്ട് അവ്യക്തത. ഇപ്പൊ പറയുന്നു കൃഷ്ണകുമാർ കൊടുത്ത കേസ് പോലീസുകാർ കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്ന്. പെൺകുട്ടികൾ കൊടുത്ത കേസ് വെച്ച് കൃഷ്ണകുമാറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി FIR ഇട്ടു എന്നും പറയുന്നു. ഇത് കൃഷ്ണകുമാറിന്റെ പരാതിയാണ്. പെൺകുട്ടികളുടെ പരാതിയിൽ ഒരു കാമ്പുമില്ലെങ്കിൽ അത് വരുന്നത് കാപ്പിളി കൂപ്പിളി എഴുതി ഒരു കൊച്ചു ഏകാംഗ നാടകം എഴുതുന്ന പോലെ എഴുതിയിട്ടുള്ളതാണെങ്കിൽ പോലീസ് ഇപ്രകാരം FIR ഇടുന്നു തോന്നുന്നുണ്ടോ? ഒരു ഭാഗത്ത് അഖിലേന്ത്യാ നേതാവ് മോഡിയുടെ തൊട്ട് താഴെ, മറുഭാഗത്ത് ഗതിയേതുമില്ലാത്ത 3 മുക്കോ പെൺകുട്ടികളാണെന്ന് തോന്നുന്നുണ്ട്. ജാതിയിൽ താഴ്ന്നവർ അവർ തന്നെ പറയുന്നുണ്ട്. ഒരു ഗതിയുമില്ലാത്ത അശരണരായിട്ടുള്ള 3 പെൺകുട്ടികൾ. എന്നിട്ട് പോലും പോലീസ് പെൺകുട്ടികളുടെ പക്ഷം ചേർന്നിട്ടുണ്ടെങ്കിൽ എന്തോ സംതിങ് റിമെയിൻസ് ബിഹൈൻഡ്. ഈ ഒരു പ്രശ്നത്തിന്റെ പുറകിൽ എന്തോ സത്യം അവശേഷിക്കുന്നുണ്ട് ആ പെൺകുട്ടികൾക്ക് അനുരൂപമായിട്ട്. ഇവിടെയാണ് ഇങ്ങനെ ഒരു ഗന്ധമടിക്കുന്നുണ്ടോ, നാറ്റം വരുന്നുണ്ടോ? സെയിൽ ടാക്സ് വെട്ടിപ്പിന്റെ ഈ വിദേശികളൊക്കെ ബിനാമികളായിട്ട് വന്നിട്ട് സ്ഥലം വാങ്ങും. എന്നോട് പറയണ സ്വാമി ഞങ്ങൾക്കൊരു സ്ഥലം വേണം, സ്വാമിക്ക് ഞങ്ങളൊരു 5 കോടി രൂപ തരാം. 1 ഏക്കർ സ്ഥലം വാങ്ങിച്ച് അവർക്കൂടെ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ സ്ഥലം വാങ്ങിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വഭാവം മാറി. അവർ വന്നിട്ട് പറഞ്ഞു, അവർ വരുന്ന സമയത്ത് നിങ്ങളാരാ? എന്ത് ചെയ്യും അവര്? കാരണം അവർ നിയമത്തെ ഉല്ലംഘിച്ചുകൊണ്ടാണ് സ്ഥലം വാങ്ങിച്ചത്. അവർക്കൂടെ സ്ഥലം വാങ്ങിക്കാനുള്ള അവകാശമില്ല. അതുകൊണ്ട് അതിൻ്റെ പരിപൂർണമായിട്ടുള്ള അവകാശം എൻ്റെ കയ്യിലാണ്. ഞാൻ അവരിൽ നിന്ന് മുഖം തിരിച്ചു കഴിഞ്ഞാൽ ആ പാവങ്ങൾ പെട്ട് പിന്നെ മാറത്തടിച്ച് നിലവിളിക്കാൻ പറ്റുള്ളൂ അവരുടെ നാട്ടിൽ പോയിട്ട്. ഇവിടെ വെച്ചാണെങ്കിൽ അവരെ പിടിച്ച് പോലീസ് പിടിക്കും, ഗവൺമെന്റിനെ പറ്റിച്ചതിനെ പിടിച്ചിട്ട് ജയിലിലിടും. അതേ അവസ്ഥ തന്നെയാണ്. ഇതുപോലെയാണ് ഇപ്പോൾ ഈ 69
ലക്ഷം തിരിമറിയിൽ, ടാക്സ് വെട്ടിപ്പിൻ്റെ പേരിൽ കൃഷ്ണകുമാറും പണാപകരണത്തിൻ്റെ പേരിൽ ഈ പെൺകുട്ടികളും ഒരുപോലെ ഏറലായിട്ട് മാറിയിട്ടുള്ളത്. നിയമക്കുരുക്കിലാകാനാണ് സാധ്യത. കടം വഴി എത്തിയിട്ടുള്ള പണം പെൺകുട്ടികളുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചോളൂ എന്ന് കൃഷ്ണകുമാർ അവരെ മക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സിൻ്റെ ഗന്ധം പടരുന്നുണ്ട്. കാരണം ഈ 3 പെൺകുട്ടികളുടെ പേരിൽ ബാങ്കിൽ കൊണ്ടിടുക, ഞങ്ങൾക്കിതൊന്നും ആ പെൺകുട്ടികളെ വിശ്വസിച്ചുകൊണ്ടെന്നാണ് ഇവർ പറയുന്നത്. പെൺകുട്ടികൾ പറ്റിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഇവരാദ്യം ഇൻകം ടാക്സിനെ പറ്റിച്ചിട്ടുണ്ടല്ലോ. ഏതായാലും കൃഷ്ണകുമാർ അവരെടുത്ത് പറയുന്നുണ്ട്, ഞങ്ങളിൽ നിന്നെടുത്ത പണം അവരുടെ ബാങ്കിൽ അവരുടെ അക്കൗണ്ടിലാണ് നിക്ഷേപിച്ചതെന്ന്. അതിനാൽ അവിടെ നിന്ന് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ, ഏതെല്ലാമോ സോഴ്സിൽ നിന്ന് വരുന്ന പണം ആണ്, അതാണ് പെൺകുട്ടികളിൽ കൊടുത്തും അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചതും. ആരിലത് ചെയ്യൂ? നിങ്ങൾക്ക് വരുന്ന പണം നിങ്ങൾ വേറൊരാളുടെ പേരിൽ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ആ പണം എന്ത് പണമാണ്? അത് വെള്ളപ്പണമാണോ കറുപ്പൻ പണമാണോ? ഒരു മാസം 8.25 ലക്ഷം രൂപ വെച്ച് 8 മാസം കൊണ്ട് ഏകദേശം 70 ലക്ഷം രൂപ പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്ക്. വെള്ളരിക്ക പട്ടണം, അവിടെ അല്ലാണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുമോ? എന്നിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല 8 മാസം എന്ന് കൈ മലർത്തുന്നുണ്ടെങ്കിൽ അതിലൊരു പെൺകുട്ടി ഉണ്ട്, ഇവരുടെ പേരെനിക്കറിയില്ല. ആ പെൺകുട്ടി ഗർഭിണിയാണ്, അതുകൊണ്ടാണ് ഞാൻ അവിടെ വന്ന് ശ്രദ്ധിച്ചില്ല എന്ന് പറയുമ്പോൾ ഓക്കെ വിശ്വസിക്കാം. ബാക്കിയുള്ളവരോ? ഈ പറയുന്ന കൃഷ്ണകുമാറോ ഞങ്ങൾ ആരും അറിഞ്ഞില്ലെന്ന്. എത്ര വലിയ ബഹു കോടീശ്വരനാണെങ്കിലും പണ്ട് ഒരു വലിയ കോടീശ്വരനുണ്ടായിരുന്നു. അപ്പം അയാളുടെ വേറൊരാൾ ചോദിച്ചു, നിങ്ങൾ കോടികളുണ്ടായിട്ട് നിങ്ങളെന്താ പിശുക്കൻ എന്ന് ചോദിച്ചു. അങ്ങനെ ഇരുന്ന സമയത്ത് വേറെ തമാശയ്ക്ക് ഇങ്ങനെ പറയാൻ നോക്കിയാൽ, നിങ്ങളിനി ഫ്ലൈറ്റിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സ് പെട്ടെന്ന് ആ ഫ്ലൈറ്റിൻ്റെ ജനാലെ കൂടെ പുറത്തേക്ക് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? എടുത്താൽ ഞാൻ പുറത്തേക്ക് ചാടുന്നു. ആ ഫ്ലൈറ്റിനുള്ള ജനാലെ പൊട്ടി ഞാൻ പുറത്തേക്ക് ചാടുന്നു. ഇയാൾക്ക് കോടികളുണ്ട്, പേഴ്സിന് 1000 കോടി ഉണ്ടാവുക 1 ലക്ഷം രൂപയായിരിക്കും, പക്ഷെ അയാൾ വിടില്ല. അപ്പം ഈ രീതിയിൽ ഏത് മുതലാളിമാരാവുന്നതും പണക്കാരാവുന്നതും പണത്തോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് തന്നെയാണ്. ഇവിടെ ഇത്രയും വലിയ കോടീശ്വരന്മാർ പോലും ഇത്തിരി പൈസയ്ക്ക് വേണ്ടി അവരതിൻ്റെ പുറകിൽ പോകുമ്പോൾ ഇവിടെ 69 ലക്ഷം രൂപ. ഞങ്ങളത് ശ്രദ്ധിച്ചില്ല കേട്ടോ. കുട്ടികളെ എടുത്ത് കൊണ്ടുപോയി അവർ ചെയ്ത തെറ്റ് ഞങ്ങളത് ശ്രദ്ധിച്ചില്ല, 8 മാസം ശ്രദ്ധിച്ചില്ല. ഞാൻ എന്താ വേണ്ടത്? ഇതാണ് ഇപ്പൊ ജനങ്ങളോട് പറയുന്നത്. ഈ പെൺകുട്ടികളെ വെച്ച് കൃഷ്ണകുമാർ കുടുംബത്തെ വെച്ച് ആ പെൺകുട്ടികളും തരികിട കളിച്ചു എന്നല്ലേ സത്യം. ഇവർ ഗവൺമെന്റിനെ മാന്തി, ഗവൺമെന്റിനെ ചൊറിഞ്ഞ പൈസ ഉണ്ടാക്കി, പെൺകുട്ടികൾ ഇവരെ ചൊറിഞ്ഞ് പൈസ ഉണ്ടാക്കി. ഇങ്ങനെയല്ലേ ഇപ്പം കാര്യങ്ങൾ വരുന്നത്. അപ്പം ഇവിടെ ആരാ ഇരകള്, ആരാ വേട്ടക്കാര്? ഈ പെൺകുട്ടികൾ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അവരും വേട്ടക്കാരാണ്. അവര് വേട്ടയാടിയത് കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും. കൃഷ്ണകുമാറും കുടുംബവും ഇത്തിരി കുഞ്ഞാൻ കടയിൽ 69 ലക്ഷം രൂപ അത് ഈ പെൺകുട്ടികളുടെ പേര് മറ്റേ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഈ തരികട കളികൾ കളിക്കുമ്പോൾ അവരും ഇരകളല്ല, വേട്ടക്കാരാ. അവരും സർക്കാരിനെ വേട്ടയാടി, അവരെ ഈ പെൺകുട്ടികൾ വേട്ടയാടി. കാര്യം പുറത്ത് പറയാൻ പറ്റുമോ? ഏതെങ്കിലും കാര്യങ്ങൾ പുറത്തെത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പം ഇവിടെ ഇരകൾ ആരാണ്? സർക്കാരാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. ഇൻകം ടാക്സ് ആണ്, സെയിൽ ടാക്സ് ആണ്, അതായത് പൊതുജനം, അവരാണ് ഇരകൾ. ഏതായാലും ഇൻകം ടാക്സ്, സർക്കാർ അഥവാ പൊതുജനമൊക്കെ ആണല്ലോ ഇതിൻ്റെ ആള്. അങ്ങനെയുള്ളൊരു മുയലിനെ 2 ചെന്നായ്ക്കൾ പിടിച്ചു. മുയലിൻ്റെ ഈ ഭാഗം ഒരു ചെന്നായ പിടിച്ചു, മറ്റേ ഭാഗം മറ്റേ ചെന്നായ പിടിച്ചു. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു. ഈ മുയൽ 2 കഷ്ണമായിട്ട് 2 പേരെയും വായയിലേക്ക് പോയി. ഇതല്ലേ അവിടെ സംഭവിച്ചത്. അവിടെ വന്നിട്ടുള്ള ബ്ലാക്ക് മണി
ഈ 3 പെൺകുട്ടികളും മറ്റോടത്ത് 6 പേര്, ഒരു കുറുവണിയും പിന്നെ 5 പെണ്ണുങ്ങളും. അവരപ്പുറത്തും കടിച്ചു ഇപ്പുറത്തും കടിച്ചു പിടിച്ചെടുത്തു. ഇൻകം ടാക്സിന് കിട്ടുന്ന പൈസ അവർ നടുവിരൽ ഉയർത്തി കാണിച്ചു. അതല്ലേ സത്യം. അവർ വെറുതെ വിടില്ല, ഇൻകം ടാക്സുകാർ വെറുതെ വിടില്ല, സർക്കാർ വെറുതെ വിടില്ലല്ലോ. രക്ഷപ്പെട്ടു പോകണമെങ്കിൽ തന്നെ ഇതിൻ്റെ അപ്പൻ്റെ അപ്പം പൈസ കൊടുക്കേണ്ടി വരും. ഇപ്പം ചെമ്പുകോഴി അനുഭവിക്കുന്നുണ്ട്. അയാൾ നികുതിയായിട്ട് അടച്ചു, കുറ്റം അയാളിൽ ചുമത്തിയില്ല, പക്ഷെ അതിൻ്റെ അപ്പൻ്റെ അപ്പം ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കും. ഏതായാലും ഇവിടെ ഈ കടയിലെ വിറ്റുവരവ് മാക്സിമം മാസത്തിൽ 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ മാത്രമാണെന്ന് ഇവരൊക്കെ പറയുന്നുണ്ട്. പറ്റിച്ചെടുത്തതാകട്ടെ 69 ലക്ഷം. സമയം 8 മാസം. അങ്ങനെയാണെങ്കിൽ കടയിലെ വരുമാനം 8.6 ലക്ഷം രൂപ ആകണമല്ലോ. അപ്പോൾ 1.5 ലക്ഷം മാക്സിമം വരുമാനമുള്ള കടയുടെ അക്കൗണ്ടിൽ എങ്ങനെയാണ് 8 മാസം കൊണ്ട് 69 ലക്ഷം കയറിയത്? ചെറുതായിട്ട് 4-5 കാര്യം മനസ്സിലാക്കാൻ പറ്റും. പുറത്ത് നിന്നും പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. പുറത്തു നിന്നുള്ള പൈസയും അനധികൃതമായിട്ടുള്ള പൈസയും പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. അതല്ലേ സത്യം. കടയുടെ മുഖം കാണിച്ച്, കട എന്ന സോഴ്സ് കാണിച്ച് മറ്റു സോഴ്സുകളിൽ ഉണ്ടാകുന്ന പണം ഈ 3 പെൺകുട്ടികളെ ഉപയോഗിച്ച് ടാക്സ് വെട്ടിച്ച് ഭദ്രമാക്കാൻ ശ്രമിച്ചു. ഇതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ള ബുദ്ധി വെച്ച്. കൃഷ്ണകുമാറും സംഘവും പറയുന്നു എല്ലാ ഡീറ്റെയിൽസും തെളിവുകളും രേഖകളും ഉണ്ടെന്ന്. അത് പോലീസ് ഹാജരാക്കിയാൽ മതിയല്ലോ. അപ്പോൾ പോലീസ് ചോദിക്കും, മോഷണം എത്രയാ? 69 ലക്ഷമല്ലേ? ആണ്. എല്ലാം കടയിൽ നിന്നാണല്ലേ? ആണ്. 8 മാസം കൊണ്ടാണല്ലേ ഈ മോഷണം മുഴുവൻ നടത്തിയത്? ആണ്. ദാറ്റ് മീൻസ് ഒരു മാസം 8.25 ലക്ഷം അവിടുത്തെ വരുമാനമല്ലേ? എന്നൊന്നും മിണ്ടാത്തെ. ദാറ്റ് മീൻസ് ദിവസം 30,000 രൂപ വെച്ച് ആ പെൺകുട്ടികൾ കട്ടുകൊണ്ടുപോയല്ലേ? അല്ലേ? എന്തപ്പോൾ ഒന്നും മിണ്ടാത്തെ. ഈ കേസിൽ പോലീസ് പെൺകുട്ടികളുടെ പക്ഷത്ത് നിൽക്കുന്നു എന്ന് കൃഷ്ണകുമാർ പരാതിപ്പെടുന്നു. പോലീസ് പിന്നെ ഏത് പക്ഷത്ത് നിൽക്കണം? ഈ പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമാണോ? 69 ലക്ഷം രൂപ 240 ദിവസം കൊണ്ട് 3 പെൺകുട്ടികളുടെ അടിച്ചു മാറ്റി വെച്ച് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ? പോലീസിന് സാമാന്യ ബോധം പോലും ഇല്ല എന്നാണോ ഇവർ പറഞ്ഞ് പരത്താൻ ശ്രമിക്കുന്നത്? പെൺകുട്ടികൾ ഇൻകം ടാക്സ് തട്ടിപ്പിന് ബിനാമികളായി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇത് മനസ്സിലാക്കേണ്ടതല്ലേ? കൃഷ്ണകുമാറും സംഘവും പെൺകുട്ടികളെ ഉപയോഗിച്ച് പണം ഒതുക്കി. പെൺകുട്ടികൾ തിരിച്ച് കൃഷ്ണകുമാറിനെ ഉപയോഗിച്ചു, കൃഷ്ണകുമാറിനെയും ഒതുക്കി. ഇപ്രകാരം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാം പോട്ടെ. ഇനി മറ്റൊരു കാര്യം, ഈ പെൺകുട്ടികൾക്ക് ആളൊന്നുക്ക് 23 ലക്ഷം കൈവന്നു എന്നല്ലേ പറയണത്? 69 ലക്ഷം എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 3, അപ്പം എത്രയും 23 ലക്ഷം രൂപ. ആ പൈസ എന്ത് ചെയ്യും? അപ്പം അവൻ പെൺകുട്ടികളാണ്, വലിയ ബോധമൊന്നുമില്ല, ടാറ്റയും പറലേ അംബാനിയൊന്നും അല്ല, പൈസ കൈകാര്യം ചെയ്യാൻ അറിയില്ല. അവരെവിടെയും മണ്ണിൽ കുഴിച്ചിടണം, അതല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ടിടണം, അതല്ലെങ്കിൽ വസ്തുവകകൾ വാങ്ങിക്കണം, വാഹനം വാങ്ങിക്കണം, സ്വർണം വാങ്ങിക്കണം. ഏത് വഴിയിലൂടെ പണം കൈകാര്യം ചെയ്താലും ഇത്രയും ചെറിയൊരു സമയം കൊണ്ട് 69 ലക്ഷം രൂപ കൈകാര്യം ചെയ്താൽ പോലീസ് ഇങ്ങനെ ഇന്നസെന്റ് പറഞ്ഞ പോലെ അത് കയറി പിടിക്കും. 2 ചോദ്യം ചോദിച്ചാൽ സാറേ ഞാൻ പറയാം സാറേ എന്നൊന്നും ചെയ്യാതെ പറയും. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തൊപ്പിയും കിരീടം വെച്ചിരിക്കുന്ന പോലീസുകാരുടെ മുമ്പിൽ പോയിട്ട് നുണ പറയാൻ എനിക്ക് പറ്റില്ല കേട്ടോ. അത് കാണുമ്പോൾ നമുക്ക് പേടിയാവും. ഒരുപക്ഷെ എൻ്റെ അനിയനായിരിക്കും, എൻ്റെ ചേട്ടനായിരിക്കും അവിടെ തൊപ്പിയും കിരീടം വെച്ച് നിൽക്കുന്നത്, അവിടുത്തെ സ്റ്റേഷൻ ഹെഡ്. അയാൾ വന്ന് ഇവിടെ മാറിക്കടാ ഇത് പറഞ്ഞാൽ കഴിഞ്ഞു സാറേ ഞാനുള്ള കാര്യം മുഴുവൻ പറയുന്നത്. ഈ പെൺകുട്ടികളുടെ മുമ്പിൽ പെൺകുട്ടികളുടെ കേസ് കളിക്കാൻ പോലീസുകാർക്ക് വല്ല വിഷമമുണ്ടോ? ആദ്യം ഒരു ഇടയിൽ നീ ആ കാര്യം മുഴുവൻ പറയും, അപ്പം എന്നെ പറയും. അതാണ് പോലീസ് സ്റ്റേഷൻ. അങ്ങനെയാണ് അത് അവരുടെ ടാക്ടിക്സ്. അതാണത്. ഏതായാലും ഇവിടെ ആർക്ക് വേണ്ടിയിട്ടാണ് പോലീസ് അത് കണ്ടെത്തേണ്ടത്? പെൺകുട്ടികൾക്കുള്ളത് ബിനാമി പരിവേഷമാണ്. അവരെ ഏൽപ്പിച്ച പണത്തിൻ്റെ സോഴ്സ് അവരും തിരഞ്ഞു കാണണമല്ലോ. ഇങ്ങനെ കൊണ്ടുവരുന്ന ലക്ഷങ്ങൾ കൊണ്ടു തരുന്നു, പക്ഷേ
കടയിൽ അങ്ങനെയുള്ള വരുമാനമൊന്നുമില്ല. അപ്പം അവർ 3 പേര് ചിന്തിച്ചില്ല, അവരും 10ാം ക്ലാസ് വരെ പഠിച്ചവരല്ലേ. ഇതേ എവിടെ നിന്നാടി? അത് കള്ളപ്പണാടി. അവർ യൂട്യൂബും അത് ഇതൊക്കെ നടത്തുന്നുണ്ടോ, സിനിമ അത് ഏത് എല്ലാം നടത്ത് പൈസ വരുന്നുണ്ടല്ലോ, ഒന്നും കണക്കിൽ കാണിക്കാൻ പറ്റില്ലേ. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ കൊണ്ട് തന്നെ. അതെയാ അവർ ചർച്ച ചെയ്തു, അത്യാവശ്യം അവരും തപ്പി പിടിച്ചിട്ടുണ്ടായിരിക്കും. സ്വാഭാവികമാണ്, ഞാനായാലും അത് ചെയ്യും, പൈസയല്ലേ. കെട്ടുകെട്ട് ഗാന്ധിയോടുള്ള സ്നേഹം നമുക്ക് വലിയ സ്നേഹമാണ് ഇന്ത്യക്കാർക്ക്. ഏതായാലും ഒടുവിൽ ഈ സോഴ്സ് 69 ലക്ഷം രൂപയുടെ സോഴ്സ് അതാരെങ്കിലും ഇതുവരെ പറഞ്ഞു കേട്ടോ? ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നു. അതാണ് പ്രധാന പ്രശ്നം. അത് പോലീസുകാർ കണ്ടെത്തിയിട്ടില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല. ചാനലുകൾ കിടന്ന് കുരയ്ക്കേണ്ട അവരാരും പറഞ്ഞിട്ടില്ല. ഈ നേതാവ് അയാൾ പറഞ്ഞിട്ടില്ല. ഈ പെൺകുട്ടികൾ പറഞ്ഞിട്ടില്ല. 69 ലക്ഷം രൂപ ഇത്രയും പോകുന്ന ഈ കുഞ്ഞൻ കടയിൽ 240 ദിവസം കൊണ്ട് എങ്ങനെ എത്തി? എന്താ അതിനെക്കുറിച്ച് സംസാരിക്കാത്തത്? പെൺകുട്ടികൾ സാഹചര്യം മുതലെടുത്തു. അവർ പൈസ കട്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവരാ സാഹചര്യം മുതലെടുത്തു, അത്രയേ ഉള്ളൂ. അതാണല്ലോ മിടുക്ക്. സർക്കാരിനുള്ള നികുതി പണം കൃഷ്ണകുമാർ മുക്കി. കൃഷ്ണകുമാറും കൃഷ്ണകുമാറിന്റെ പെൺകുട്ടികളെയും മുക്കി. പെൺകുട്ടികൾ ഈ 3 പെൺകുട്ടികൾ കൂടിയിട്ട് അവരെയും മുക്കി. ഇതല്ലേ സംഭവിച്ചത്. ഇങ്ങനെയല്ലേ സംഭവിച്ചിട്ടുണ്ടാകുക. ഇനി എല്ലാവരെയും കൂടി ആകെ മുക്കാൻ തൊട്ട് പിന്നിൽ വരും ആര്? സർക്കാർ. ആര്? ഇൻകം ടാക്സ്. ഇൻകം ടാക്സുകാർക്ക് സ്വഭാവമുണ്ട്. ദർ ഇസ് നോ ബിറ്റ് ഓഫ് മേഴ്സി വിത്ത് ദം. സ്വന്തം അച്ഛനാണെങ്കിലും ഇൻകം ടാക്സുകാർ കയറി പിടിച്ചാൽ ആ അച്ഛൻ്റെ പടി കഴിഞ്ഞു. അവിടെ ഒരിക്കൽ അവർ വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ അവരെ വിടിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാം ഉഗാണ്ടയിലേക്ക് നാട് വിട്ടു പോകേണ്ടി വരും. ദയ എന്ന് പറഞ്ഞ ഒന്നില്ല ഇൻകം ടാക്സുകാർക്ക്. പിടിച്ചതാ. ഏതായാലും അവർ പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു പരിചയം പോലെ ഇവരിനി ഈ നേതാവ്, BJP നേതാവ്, അയാൾ പോയിട്ട് സർക്കാരിൻ്റെ കാല് പിടിച്ചപ്പോൾ പിണറായി വിജയൻ്റെ കാല് പിടിച്ചിട്ടുണ്ട്, പൊളിറ്റിക്കൽ പാർട്ടിയുടെ. അത് പേടിക്കുന്നുണ്ട്. പ്രശ്നമൊന്നും വേണ്ട കേട്ടോ, കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരിയാക്കി തരാം, എല്ലാം ശരിയാക്കി തരാം. എത്ര രൂപ പോയി പരിപാടി? അതിൻ്റെ അപ്പൻ്റെ അപ്പം പൈസ കിഴി കെട്ടി കൊണ്ട് ചെല്ലേണ്ടി വരും. വകുപ്പുകൾ പലതും ഉണ്ടല്ലോ. ഏതായാലും സംഭവം ഇപ്പോൾ ഈ സംഭവം ഒരു രാത്രി കൊണ്ട് നേരം വെളുക്കുന്ന രീതിയിലല്ല കാര്യങ്ങളുടെ പോക്കും. സംഭവം ഏതായാലും കൊഴുക്കും. ഏതായാലും ഈ സംഭവത്തിന് സത്യത്തിൽ നെല്ലും പതിരും തിരിഞ്ഞിട്ടില്ല. പക്ഷെ സംഖ്യകൾ വന്ന് തേനൊലിപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അവർ വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. അയ്യോ ദിയ ചേച്ചി, റെസ്റ്റ് എടുക്കൂ ദിയ ചേച്ചി, ഞങ്ങൾ ദിയ ചേച്ചിയുടെ ഒപ്പുണ്ട് ദിയ ചേച്ചി, ടെൻഷൻ വേണ്ട ദിയ ചേച്ചിയുടെ ഒപ്പം ഞങ്ങളുണ്ട് ദിയ ചേച്ചി ഗർഭിണിയല്ലേ ദിയ ചേച്ചി, അയ്യോ ദിയ ചേച്ചി. ആ കൊള്ളികൾ ഞങ്ങളെ കയ്യിൽ കിട്ടിയാൽ ഇടിക്കും, ഒന്നായിട്ട് ഷേപ്പ് മാറ്റും. അതൊക്കെ പോലീസുകാരില്ലേ, ആരെ ഷേപ്പ് മാറ്റാൻ പോണെന്ന് അറിയാപ്പോ. ഏതായാലും അതിൽ രാഷ്ട്രീയ ചൊവ്വയുണ്ട്. അപ്പോൾ ഇവിടെ ഇരയാര് വേട്ടക്കാരാര് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായിടത്തോളം ഇരുകൂട്ടരും വേട്ടക്കാരാണ്. ഇരകൾ നമ്മളാ, പൊതുജനമാണ്, സർക്കാരാണ്. സർക്കാർ വകുപ്പുകൾ അവിടേക്ക് വേണ്ട പൈസ കിട്ടിയില്ല. പെൺകുട്ടികൾക്ക് ഫോൺ വിളി ഭീഷണി. അതിപ്പോൾ ആ പെൺകുട്ടികൾ ആ ഇയാൾ ഫോൺ വിളിക്കുന്നത് പുറത്തേ ഇറക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിചാരിച്ചാലും തന്നെ എൻ്റെ ശരീരത്തിൽ രോമം പോലും പറിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളോട് കളി വേണ്ട. എൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയുമെന്ന് ഈ പെൺകുട്ടി പറഞ്ഞിട്ട് ഇയാൾക്ക് ഫോൺ കൈമാറിയിട്ടുള്ളത്. ഇതൊക്കെയും അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കേന്ദ്രത്തിലാണ് പിടി, കളി എന്നോട് വേണ്ട. കാര്യം മനസ്സിലായില്ലേ? ഇത് പറയുന്ന സമയത്ത് അയാളുടെ മനസ്സിൽ ആരായിരിക്കും? ചെമ്പുകോഴി, പോണ്ടിച്ചേരി, ടാക്സ് തട്ടിപ്പ്. ഓർമ്മയുണ്ട് ആ മുഖം? ആ കേസ് അയാളുടെ കാറ് പിടിച്ചെടുത്തിട്ടില്ല, അയാൾ ഇൻകം ടാക്സ് പിടിച്ചെടുത്തിട്ടില്ല. അയാളിപ്പോൾ കേന്ദ്രമന്ത്രിയാണ്, അടിച്ചുകളി മന്ത്രി. കേന്ദ്രത്തിൽ പിടിയുണ്ടെങ്കിൽ എന്ത് ടാക്സ് വെട്ടിപ്പുമാകാം. അതാണോ സ്ഥിതി? ഞങ്ങളുടെ ശരീരത്തിന് ഒരു രോമം പോലും പറിക്കാനാവില്ല. ഇതല്ലേ സ്വരം?
അറിയാതെ കൃഷ്ണകുമാറിൻ്റെ ഉള്ളിലുള്ള കള്ളൻ പുറത്തു ചാടുകയാണ്. കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള 5 പെണ്ണുങ്ങളും അവർക്ക് യൂട്യൂബ് എല്ലാവരുടെ കയ്യിലുണ്ട്. 1-2 മൊബൈലും യൂട്യൂബ്, റീൽസ്, വാട്സപ്പ് അത് ഇതൊക്കെ ആയിട്ട് അവരും ഒരു മിഡിൽ രൂപത്തിലാണെങ്കിൽ പോലും ഈ വാട്സപ്പ് കമ്പനിയിൽ നിന്ന് അവർക്ക് ഒരാൾക്ക് 10 ലക്ഷം വീതം കിട്ടും. അവരത്രയും പോപ്പുലറാണല്ലോ. ചിലർ സെലിബ്രിറ്റികളാണ്, ചിലർ സിനിമാടം കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ ആ കുടുംബത്തിൽ ഏറ്റവും കുറഞ്ഞത് 1 കോടി രൂപ, 1.5 കോടി രൂപയെങ്കിലും വരുമാനമുണ്ട്. മറ്റ് സോഴ്സുകളിൽ നിന്നുള്ള പൊളിറ്റിക്സ് ഉണ്ട്, സിനിമയുണ്ട്, നാടകമുണ്ട്, അതിലെല്ലാത്തിനും കൂടി ഉദ്ഘാടനങ്ങളുണ്ട്. ഇതിൽ നിന്നെല്ലാത്തിനും കൂടി നിന്ന് വരുന്ന പണം ഒതുക്കാൻ ഷോപ്പിനെയും ഈ 3 പെൺകുട്ടികളെയും ആയുധങ്ങളാക്കി മാറ്റി. അവർ ദിവസവും ഏകദേശം 30,000 രൂപ കടത്തി. അങ്ങനെ 240 ദിവസം കൊണ്ട് 69 ലക്ഷം കടത്തി എന്നൊരു കഥയുണ്ടാക്കി. കൃഷ്ണകുമാറും മക്കളും അറിഞ്ഞതേയില്ല. എന്താ കഥ? ഈ കഥ തൊണ്ട തൊടാതെ വിഴുങ്ങണോ? ദിവസവും 30,000 രൂപ ബാങ്കിൽ നിക്ഷേപിക്കാൻ കൊണ്ടു ചെല്ലുന്ന സമയത്ത് പണ്ടത്തെ പോലെയില്ല. എനിക്ക് വേണമെങ്കിൽ പണ്ട് പറയായിരുന്നു, എൻ്റെ ബാങ്കിൽ നിങ്ങൾ കുറച്ച് പൈസ നിക്ഷേപിക്കാൻ. ഇപ്പം അത് പറ്റില്ല. ബാങ്ക് ടു ബാങ്കേ പറ്റുള്ളൂ. അവിടെയും പാൻ കാർഡ് ഉണ്ട്. പാൻ കാർഡ് എന്നൊരു കുഴൽ പോലെയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ കൈ ഇട്ടാലാണ് ഈ പൈസ ബാങ്കിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴേയും പാൻ കാർഡ് കാര്യം പിടിച്ചു. കേന്ദ്ര ഗവൺമെൻറ് കാര്യം അറിഞ്ഞു. 10 രൂപ നമ്മൾ ബാങ്കിലിട്ടാലും 10 രൂപ ബാങ്കിൽ നിന്ന് എടുത്താലും ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. അതൊക്കെ അവിടെ അറിയുന്നുണ്ട്, സർക്കാർ അറിയുന്നുണ്ട്. ഉടനെ തന്നെ 1 രൂപ, 2 രൂപ, 10 രൂപ, 100 രൂപ, 1000 രൂപ, 10,000 രൂപ ഒന്നുമല്ല. ദിവസവും 30,000 രൂപ ഈ പെൺകുട്ടികൾ അവിടെ കൊണ്ട് അടയ്ക്കുന്നുണ്ടെങ്കിൽ, 69 ലക്ഷം രൂപ 240 ദിവസം കൊണ്ട് അടച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാതിരിക്കുന്നു തോന്നുന്നുണ്ടോ? സോഴ്സ് എവിടെ നിന്ന് അന്വേഷിക്കാതിരിക്കുന്നു തോന്നുന്നുണ്ടോ? അതും ഉണ്ടായില്ലെന്നാ പറയുന്നത്. എന്താ കഥ? ഒരു ഇത്തിരി കുഞ്ഞൻ കടയിൽ 8 മാസം കൊണ്ട് 60 ലക്ഷം രൂപ വരുമാനം. അതിൻ്റെ പേരിൽ കൃഷ്ണകുമാറും കുടുംബവും 100% ഉറപ്പാണ്. സോഴ്സ് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഏറലാകുന്നുള്ള യാതൊരു സംശയവുമില്ല. അത്യാവശ്യം മോഷണം നടത്തിയതിൻ്റെ പേരിൽ ഒരു പക്ഷേ 3 പെൺകുട്ടികളും ഏറലാകും. ഇതിൻ്റെ പുറകിൽ മറ്റൊരു കളി, സംഘികളുടെ സൈബർ സഹായം. അവരിങ്ങനെ 100 കണക്കിന് പറ്റാവുന്നൊരു ഊഴം പറയുകയാണ്, അയ്യോ ദിയ ചേച്ചി. രണ്ടാമത് ആ 3 പെൺകുട്ടികളുടെ മോന്തായം അടിച്ചു പൊളിക്കണം, ഇതന്നെ പറയുകയാണ്. ഇത് വിശ്വസിക്കുന്ന കുറേ മണ്ടന്മാർ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് താനും. അപ്പം അവരും പറയും, BJP-കാരനാണ്, സംഘിയാണ് കൃഷ്ണകുമാറെങ്കിലും അയാളുടെ നിലപാട്, രാഷ്ട്രീയ നിലപാടുകളോട് ഞങ്ങൾക്ക് യോജിപ്പില്ലെങ്കിലും ഈ കാര്യത്തിൽ ഞങ്ങൾ 100% ദിയ ചേച്ചിയോടൊപ്പമാണ്, കൃഷ്ണകുമാറിനോടൊപ്പമാണ്, ആ കുടുംബത്തോടൊപ്പമാണ്. ആ കുടുംബം തമ്മിലുള്ള ബന്ധം, അവർ തമ്മിലുള്ള സ്നേഹബന്ധം, അതിൻ്റെ കെട്ടുറപ്പ്, അയ്യോ അത് കണ്ടിട്ട് ചിലർക്ക് കോരിത്തരിക്കുന്നു, ചിലർ ബോധം കെടുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തേനൊലിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രശ്നമൊന്നും തീർന്നിട്ടില്ല. എന്താണ് ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുള്ളത്? ആരാണ് ഇര, ആരാണ് വേട്ടക്കാരൻ? ടാക്സ് വെട്ടിപ്പ്, തട്ടിപ്പ് എന്നിത്യാദി കാര്യങ്ങൾ മുഴുവൻ അതിന് ഇതിൻ്റെ വഴിക്ക് നടക്കും. നമ്മളാഘോഷം കഴിഞ്ഞു. ഏതായാലും അതിൻ്റെ വിധി പുറത്തു വരുമ്പോൾ അറിയാൻ പറ്റും കാര്യങ്ങൾ എവിടെയാണെന്ന്. വെറുതെ ചാടിത്തുള്ളരുത്. ഈ സംഘി കൃഷ്ണകുമാറും അയാളുടെ കുടുംബവുമാണോ ഇതിലെ പ്രതികൾ, അതോ ആ 3 പെൺകുട്ടികളാണോ പ്രതികൾ എന്നും ഈ നിമിഷം വരെയും അത് കൃത്യമായിട്ടും തെര്യപ്പെട്ടിട്ടില്ല കേട്ടോ. നമസ്കാരം.